ചാനൽ പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. കൃത്യം 30 വർഷം മുമ്പ് മുംബൈയിലെ ബാന്ദ്ര തൻ്റെ ഓഫീസിൽ നിന്നും രാത്രി 9:30 ആ സംരംഭകൻ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോകാനായി കാറിൽ കയറി. പുതിയതായി തുടങ്ങിയ എയർലൈൻ കമ്പനിയുടെ ഉടമയായിരുന്നു അത്. പേര് തക്യുദ്ദീൻ അബ്ദുൽ വാഹിദ്, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് MD. ബാന്ദ്രയുടെ തെരുവിലൂടെ ആ നീല മെഴ്സിഡസ് ബെൻസ് മുന്നോട്ട് നീങ്ങി. പുതിയ സർവീസുകൾ, കൂടുതൽ ഫ്ലൈറ്റുകൾ, ഉടൻ നടപ്പാക്കേണ്ട ചില പ്രധാന തീരുമാനങ്ങളായിരുന്നു ആ സംരംഭകൻ്റെ മനസ്സിൽ. വീടെത്താൻ കഷ്ടിച്ച് മീറ്ററുകൾ മാത്രം ബാക്കി. പെട്ടെന്നാണ് കാറിന് മുന്നിലേക്ക് ഒരു സംഘം ചാടി വീണത്. എന്താണെന്ന് ആലോചിക്കും മുമ്പേ വെടിയുണ്ടകൾ ചീറിയെടുത്തു. ക്ലോസ് റേഞ്ചിൽ 30 റൗണ്ട് ബുള്ളറ്റുകൾ. ഇന്ത്യൻ ആകാശപാത സ്വകാര്യ എയർലൈനുകൾക്ക് തുറന്നുകൊടുത്ത നയം വന്നതിന് പിന്നാലെ രാജ്യത്തിൻ്റെ ആകാശത്തേക്ക് പറക്കാൻ ധൈര്യം കാണിച്ച ആദ്യ എയർലൈനിൻ്റെ ഗഗന സ്വപ്നം ആ 30 റൗണ്ട് ബുള്ളറ്റിൽ പൊലിഞ്ഞു. അണ്ടർവേൾഡ് സ്റ്റൈൽ എക്സിക്യൂഷൻ. തിരുവനന്തപുരത്തെ വർക്കലയ്ക്കടുത്തുള്ള ഓടയം എന്ന ഗ്രാമത്തിൽ നിന്ന് പകയും പവറും പണവും കിടന്നു കളിക്കുന്ന മുംബൈയിലെ ബാന്ദ്രയിലെത്തി ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഫ്ലൈറ്റ് സർവീസ് തുടങ്ങിയ തക്യുദ്ദീൻ വാഹിദ്. 1995 നവംബർ 13 ഇന്ത്യൻ വിമാന സർവീസ് ഇൻഡസ്ട്രിയിൽ റൺവേയിൽ നിന്ന് ഉയരും മുമ്പേ തകർന്ന സ്വപ്നങ്ങളുടെ ഒരു ജംബോ ജെറ്റ്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ജോലിയുടെ ആവശ്യത്തിനും ബിസിനസ്സിനും വിനോദത്തിനും കുടുംബ ആവശ്യങ്ങൾക്കും ഒക്കെയായി രാജ്യമാകെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരിൽ പ്രതിവർഷം 16 കോടിയോളം ആളുകൾ വിമാന സർവീസിനെ ആശ്രയിക്കുന്നു. അതിൽ 10 കോടി ആൾക്കാരെ നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരൊറ്റ എയർലൈനാണ്, ഇൻഡിഗോ. രാജ്യത്തെ ആഭ്യന്തര വിമാനയാത്രയുടെ 64% കൈയാളുന്ന എയർലൈൻ ഭീമൻ. ദിവസവും 2200 ഇൻഡിഗോ ഫ്ലൈറ്റുകൾ ഗഗനവീഥികളിലൂടെ ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. ബിസിനസ് തുടങ്ങി 20 വർഷം കൊണ്ട് ആ സെക്ടറിൻ്റെ 65% കയ്യിലാക്കിയ കോർപ്പറേറ്റ് ബുദ്ധി. കൂടെ തുടങ്ങിയവരും പിന്നാലെ വന്നവരും സർക്കാർ എയർലൈനുമെല്ലാം തലകുത്തി വീണ മേഖലയിൽ തലപ്പൊക്കത്തോടെ നിന്ന ബ്രാൻഡ്. ഇന്ത്യയാകെ പരന്നു പടർന്ന നീലക്കുരുവിയായ ഇൻഡിഗോ. കുറഞ്ഞ നിരക്ക്, ഹൈ എഫിഷ്യൻസി, പറഞ്ഞാൽ പറഞ്ഞ സമയം, എത്തിക്കുന്ന കൃത്യത, ആവശ്യം പോലെ സർവീസ്. ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ കയ്യടി നേടാൻ ഇത്രമാത്രം മതിയായിരുന്നു. 20 വർഷം കൊണ്ട് ഇൻഡിഗോ ഇന്ത്യക്കാരൻ്റെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റി. എതിരാളികൾ ഓരോന്നായി തളർന്നു വീഴുകയും യാത്രക്കാരുടെ എണ്ണം അനുദിനം തഴച്ചു വളരുകയും ചെയ്തപ്പോൾ ഇന്ത്യക്കാരുടെ വ്യോമയാത്ര മോഹങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ ഇൻഡിഗോ സർവീസുകളാൽ പടർന്നു പന്തലിച്ചു. അങ്ങനെ ഇന്ത്യൻ മാനവും യാത്രക്കാരൻ്റെ മനവും കവർന്ന അതേ ബ്രാൻഡ് ഒരാഴ്ച കൊണ്ട് ഇന്ത്യയാകെ വീർക്കപ്പെട്ട ബ്രാൻഡായി മാറി. രാജ്യമാകെ സർവീസുകൾ താറുമാറായി. ലക്ഷക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് പൊറുക്കാനാകാത്ത അപരാധമായി ആ എയർലൈനിൻ്റെ പേരിനൊപ്പം എന്നും ഉണ്ടാകും. കാരണം ഒരു ദിവസം കൊണ്ട് സംഭവിച്ച ദുരന്തമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയവും ഫ്ലൈറ്റ് അവേഴ്സും പൈലറ്റുമാർക്ക് ക്ഷീണം ഉണ്ടാകാതിരിക്കാനുള്ള വിശ്രമവുമെല്ലാം ഗ്ലോബൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ FDTL റൂൾ ബുക്ക് ഇറക്കുന്നത് 1.5 വർഷം മുമ്പാണ്. ഇത് നടപ്പാക്കേണ്ടതാണെന്നറിയാവുന്ന ഒരു എയർലൈൻ അത് ചെയ്യാതിരിക്കുകയോ ഡിലേ ആക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ പാപഭാരം ഇൻഡിഗോയ്ക്ക് മാത്രമാണോ? നിയമമുണ്ടാക്കിയ DGCAയ്ക്കും ഉത്തരവാദിത്തമില്ലേ? കാരണം രാജ്യത്തെ ഒരു മേഖലയിൽ മാർക്കറ്റിൻ്റെ കുത്തക കൈയാളുന്ന അത്ര ഉയരത്തിൽ വളരുന്ന ആർക്കും ആ പദവി നൽകുന്നത് വരുമാനത്തിൻ്റെ സുഖവും ബ്രാൻഡിങ്ങിൻ്റെ പെരുമയും മാത്രമല്ല, വർദ്ധിച്ച ഉത്തരവാദിത്വവും കൂടിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാവശ്യത്തിന് ആശ്രയിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയുണ്ടായാൽ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ തക്കവണ്ണം സൗകര്യങ്ങൾ ഒരുക്കാനും സദാ ജാഗരൂകരാകാനും നിങ്ങൾക്ക് മുടങ്ങാതെ ആ സർവീസ് ലഭ്യമാക്കാൻ ഏതറ്റം വരെയും പോകാനുമുള്ള ബാധ്യത എനിക്കുണ്ട്. ഒരു മാർക്കറ്റിൻ്റെ 65% കൈയാളുക എന്ന് വെച്ചാൽ തുലോം തുച്ഛമായ കോമ്പറ്റീഷനുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെന്നർത്ഥം. അവിടെ ഇൻഡിഗോയ്ക്ക് രാജ്യത്തെ മറ്റൊരു ബ്രാൻഡിനുമില്ലാത്ത അത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. കൾപ്പബിളി കെയർലെസ്, പൊറുക്കാനാകാത്ത പിഴവ്. അങ്ങനെയേ ഇൻഡിഗോയെ കാണാൻ പറ്റൂ. ഇൻഡിഗോയ്ക്ക് സംഭവിച്ച ഓപ്പറേഷണൽ പിഴവ് ഏതൊരു സംരംഭത്തിലും സംഭവിക്കാം. അതുകൊണ്ട് ഡിമാൻഡും സപ്ലൈയും ബാക്ക് ടു ബാക്ക് അഡ്രസ് ചെയ്യേണ്ടി വരുന്ന ഓരോ സംരംഭകനും സസൂക്ഷ്മം മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ ഇൻഡിഗോയുടെ വീഴ്ച കാണിച്ചു തരും. 1. ഒരു ബിസിനസ്സിൽ ദിവസവും കടുംവെട്ട് നടത്തി മുന്നോട്ട് പോവുക എന്നത് ഏറ്റവും റിസ്ക്കുള്ള പണിയാണ്.
400 വിമാനങ്ങൾ കൊണ്ട് ദിവസവും 2200-ലധികം സർവീസ് നടത്തുന്ന അഭ്യാസമാണ് ഇൻഡിഗോയുടേത്. ഇതിൽ തെറ്റുണ്ടെന്ന് പറയാനാകില്ല. കാരണം വിമാനം പരമാവധി ആകാശത്ത് നിൽക്കുന്നതാണ് ഉടമയ്ക്ക് സൗകര്യം. ആകാശത്ത് നിൽക്കുന്ന വിമാനം വരുമാനവും ഗ്രൗണ്ടിലിറങ്ങുന്ന നിമിഷം മുതൽ അത് ബാധ്യതയുമാണ്. അതുകൊണ്ട് ഓരോ വിമാനത്തെയും പരമാവധി ആകാശത്ത് എൻഗേജ് ആക്കാൻ തക്കവിധമാണ് സർവീസുകൾ ബാക്ക് ടു ബാക്ക് ഇൻഡിഗോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 791 വനിതാ പൈലറ്റുമാരുൾപ്പെടെ 5040ഓളം പൈലറ്റുമാരാണ് ഇൻഡിഗോയ്ക്കുള്ളത്. പക്ഷേ മാൻ പവർ പ്ലാനിങ്ങിൽ മിസ്കാൽക്കുലേഷൻ പറ്റി. നൈറ്റ് ഷെഡ്യൂളുകൾ കുറച്ച് പൈലറ്റുമാർക്ക് റെസ്റ്റ് ടൈം നൽകാൻ നിർബന്ധിതമായപ്പോൾ മാൻ പവർ പ്ലാനിംഗ് പാളി. ഇപ്പോഴുള്ള പൈലറ്റിനെ കൊണ്ട് മാനേജ് ചെയ്യാമെന്ന് ഓപ്പറേഷൻ ടീം കരുതി. അത് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നതാണോ, മാനേജ്മെൻറ്റ് ഗൗനിക്കാതിരുന്നതാണോ? ഇനി അതറിയാനുണ്ട്. അൾട്രാ ലീനായി, അതായത് ഓപ്പറേഷണൽ എക്സ്പെൻസ് പരമാവധി കുറച്ച് വൻ റിസൾട്ട് നൽകാൻ ഓരോ ദിവസവും കിണഞ്ഞു ശ്രമിക്കുന്ന ഏത് സംരംഭത്തിലും ഒരു നാൾ ഈ വീഴ്ച അനിവാര്യമാണ്. ഫാസ്റ്റ് എയർക്രാഫ്റ്റ് ടേണറൗണ്ടുകൾ, മിനിമം സ്പെയർ പൈലറ്റുമാർ, അത്യാവശ്യം മാത്രം വേണ്ട ഗ്രൗണ്ട് ക്രൂ, ഇതുപയോഗിച്ച് അങ്ങേയറ്റത്തെ കാര്യക്ഷമത പ്രൊഡ്യൂസ് ചെയ്യുക. അതായിരുന്നു ഇൻഡിഗോയെ വളർത്തിയതെങ്കിൽ സ്പെയർ ഇൻവെൻറ്ററികളും ബാക്കപ്പ് സ്റ്റാഫും ഷെഡ്യൂളുകളിലെ ഇടവേളകളും ദീർഘകാല നിലനിൽപ്പിന് അവർക്ക് അനിവാര്യമായിരുന്നു. പക്ഷേ ഉണ്ടായില്ല. അങ്ങനെ സ്റ്റാഫ് ബാക്കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ചിലവ് എന്തായാലും ഇപ്പോൾ സംഭവിച്ച തിരിച്ചടിയിൽ ഇൻഡിഗോയ്ക്കുണ്ടായ സഹസ്ര കോടികളുടെ നഷ്ടത്തോളം വരില്ലായിരുന്നു, തീർച്ച. 2. രാജ്യത്തെ റെഗുലേറ്ററി നിയമങ്ങളെ ചെറുതായി കാണരുത്. സംരംഭത്തിൻ്റെ വലിപ്പവും ജീവനക്കാരുടെ എണ്ണവും കൊണ്ട് ഏത് സാഹചര്യത്തെയും നേരിട്ട് കളയാമെന്ന് കരുതരുത്. ഏതാണ്ട് 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നിബന്ധനകൾ നേരിടാൻ ആവശ്യമായ അധിക വിഭവശേഷിയെ മുൻകൂട്ടി കാണാനോ ഗൗരവമായി എടുക്കാനോ ഇൻഡിഗോയ്ക്ക് കഴിഞ്ഞില്ല. സ്വന്തം മേഖലയിൽ വരുന്ന നിയമങ്ങളെയും സർക്കാർ നിബന്ധനകളെയും എത്ര ചെറിയ സംരംഭകനും ഗൗരവത്തോടെ കണ്ടേ പറ്റൂ. അടുത്ത വർഷങ്ങളിൽ വരുന്ന ഓപ്പറേഷണൽ കോസ്റ്റിനെ മുന്നിൽ കണ്ട് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാനായില്ലെങ്കിൽ ഒരു ക്രൈസിസ് ഉണ്ടായാൽ ചെലവാക്കേണ്ടി വരുന്ന തുക നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരിക്കും. 3. നമ്മുടെ ബ്രാൻഡിൻ്റെ പേരിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഉറപ്പുകൾ പാലിക്കാനാകും വിധമാകണം കോർ ഫങ്ഷനാലിറ്റി. കൃത്യനിഷ്ഠയും വിശ്വാസ്യതയുമായിരുന്നു ഇൻഡിഗോ 20 വർഷം കൊണ്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഓപ്പറേഷണൽ സിസ്റ്റം തകർന്നതോടെ കേവലം 20 മണിക്കൂർ കൊണ്ട് അവർ കെട്ടിപ്പൊക്കിയ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷനും അവരുടെ ഐഡൻറ്റിറ്റിയും തകർന്നു വീണു. സംരംഭകരെ, നിങ്ങൾ ഓരോ കസ്റ്റമർക്കും നൽകുന്ന ഉറപ്പുണ്ടല്ലോ, അത് ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആകാം, ഡെലിവറി സ്പീഡാകാം, സിംപ്ലിസിറ്റി ആകാം, വിശ്വാസമാകാം. അതേതായാലും ആ ഉറപ്പ് പാലിക്കാനാകും വിധം നിങ്ങളുടെ ഓപ്പറേഷണൽ സംവിധാനം ശക്തമായിരിക്കണം. ചിലപ്പോൾ അതിനായി വരുന്ന ചെലവ് താൽക്കാലിക നഷ്ടം വരുത്തിയാൽ പോലും ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾ പറയുന്ന ഒരു ന്യായവും ഉപഭോക്താവിന് സഹിക്കാനാകില്ല. വഞ്ചിക്കപ്പെട്ട മാനസികാവസ്ഥയിലാകും അവർ. കാരണം ബ്രാൻഡ് എന്നത് മാർക്കറ്റിങ്ങിലല്ല, ഓപ്പറേഷണൽ കൺസിസ്റ്റൻസിയിലാണ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. 4. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ്സിൽ ക്രൈസിസും വെല്ലുവിളികളും പേരിന് കളങ്കമോ ഒക്കെ വരാം. കാരണം ബിസിനസ് മുന്നോട്ട് പോകുന്നത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണല്ലോ. പ്രത്യേകിച്ച് ഓരോ നിമിഷവും വിസിബിളായ പ്രതികരണക്ഷമമായ ഡിജിറ്റൽ കോൺഷ്യസിൻ്റെ കാലത്ത്. അപ്രതീക്ഷിതമായി ക്രൈസിസ് വന്നാൽ മുന്നിൽ വന്നു നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് സത്യസന്ധമായി തുറന്നു പറയാനും തൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച കൊണ്ട് ബുദ്ധിമുട്ടുന്ന കസ്റ്റമേഴ്സിനോട് നിർവ്യാജം സഹാനുഭൂതി കാണിക്കാനും ഫൗണ്ടർക്ക് അല്ലെങ്കിൽ ലീഡർക്ക് കഴിയണം. ഇൻഡിഗോ ഫ്ലൈറ്റുകൾ ഡിലേ ആവുകയും കുറേ കഴിഞ്ഞ് ക്യാൻസൽ ചെയ്തു എന്നറിയിക്കുകയും ചെയ്യുമ്പോൾ പ്രകോപിതരായ യാത്രക്കാർ ഓരോ എയർപോർട്ടിലും ബഹളം തുടങ്ങി. അതവരുടെ സങ്കടത്തിൻ്റെ, നഷ്ടങ്ങളുടെ പ്രതികരണമായിരുന്നു. ഗ്ലാസ് കൂടിനകത്ത് നിന്ന് ഏതോ ക്രൂവാണ് അത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത്. അവരുടെ ലീഡർഷിപ്പ് ആബ്സെൻ്റ് ആയിരുന്നു. സിസ്റ്റം ബ്രേക്കായി എന്നറിയുന്ന നിമിഷം ട്രാൻസ്പെറൻ്റായി സഹാനുഭൂതിയോടെ ലീഡർഷിപ്പിലുള്ളവർ യാത്രക്കാരെ കേൾക്കാൻ വരണമായിരുന്നു. 7-8 ദിവസത്തെ നരകതുല്യമായ അനുഭവങ്ങൾ നൽകിയിട്ട് ഒടുവിൽ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വി ആർ സോറി എന്ന ഫുൾ പേജ് പരസ്യം കൊടുത്തതുകൊണ്ടോ ഡിജിറ്റൽ സ്പേസിലൂടെ ക്ഷമാപണം നടത്തിയതുകൊണ്ടോ എന്ത് കാര്യം? നിങ്ങൾ ഓർക്കുന്നുണ്ടാകും 2008 നവംബർ 26 മുംബൈയിലുണ്ടായ ഭീകരാക്രമണം. അന്ന് ഭീകരരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് താജിൻ്റെ ഹോട്ടലായിരുന്നു. AK-47 തോക്കുകളും ഗ്രനേഡുകളും കൊണ്ട് ഹോട്ടലിൽ കടന്ന് സാധാരണക്കാരായ നിരായുധരായ മനുഷ്യരെ ഭീകരർ കൊന്നുതള്ളിയ ദിവസം. ആ വിവരമറിഞ്ഞ് രക്ഷാദൗത്യം നടക്കുന്ന സമയം ഒരാൾ ആ ഹോട്ടലിനരികെ ഹൃദയം പൊട്ടിയ വേദനയോടെ മിടിക്കുന്ന നെഞ്ചുമായി ഭക്ഷണം പോലും ഉപേക്ഷിച്ച് മണിക്കൂറുകളോളം നിന്ന കാഴ്ച നിങ്ങളുടെ മനസ്സിലുണ്ടാകും.
സാക്ഷാൽ രത്തൻ ടാറ്റ. അദ്ദേഹം അവിടെ എത്തിയത് സഹസ്രകോടികൾ മൂല്യമുള്ള തൻ്റെ ഹോട്ടലിന് വന്ന നഷ്ടമോർത്തിട്ടല്ല. ആ ആക്രമണത്തിൽ ജീവൻ ത്യജിച്ച തൻ്റെ അതിഥികളെയും ജീവനക്കാരെയും ഓർത്ത് കൊലാബയിലെ തൻ്റെ വീട്ടിൽ ഇരിപ്പുറയ്ക്കാത്തതുകൊണ്ടാണ്. ആ മനുഷ്യൻ്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു താജിൽ ഇരയാക്കപ്പെട്ടവരുടെ അവരുടെ ബന്ധുക്കളുടെ സാന്ത്വനത്തിന്. അതാണ് ലീഡർഷിപ്പ്. 37 ലക്ഷം കോടിയുടെ ഉടമയായിരുന്ന ആ രത്തൻ ടാറ്റ എവിടെ? 1.5 ലക്ഷം കോടിയുടെ രാഹുൽ ഭാട്ടിയ എവിടെ? പൈലറ്റുമാരെ ഡിപ്ലോയ് ചെയ്യുന്നതിൽ പറ്റിയ പിഴവാണ്, ക്ഷമിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് ഒപ്പമുണ്ട്, എല്ലാവരെയും വേഗം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ ആവുന്നതെല്ലാം ചെയ്യുകയാണ്, സോറി എന്ന് MD-യോ CEO ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നുവെങ്കിൽ യാത്രക്കാർക്ക് ഇത്ര വിരോധം വളരില്ലായിരുന്നു. 5. ബിസിനസ് വളരുംതോറും അതിനുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ കമ്പനിയെയും കസ്റ്റമേഴ്സിനെയും മാത്രമല്ല ഇൻഡസ്ട്രിയെയും സെക്ടറിനെയും ആകെ ബാധിക്കും, സാമ്പത്തികമായും സാമൂഹികമായും. ഇൻഡിഗോ ഷെഡ്യൂൾ താറുമാറായപ്പോൾ അത് രാജ്യത്തെ ആഭ്യന്തര യാത്രാ സംവിധാനത്തെ ആകെ ഛിന്നഭിന്നമാക്കി. 65% മാർക്കറ്റ് ഷെയറും കൈയാളുന്നതിനാൽ യാത്രക്കാർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വന്നു. ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നമായി അത് മാറി. 65% മാർക്കറ്റ് ഷെയർ നേടിയെടുത്ത കോർപ്പറേറ്റ് വൈദഗ്ധ്യത്തിന് മനസ്സിലായില്ലേ? 65% വിപണി സ്വാധീനം എന്നത് കേവലം കോർപ്പറേറ്റ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിക്കപ്പുറം ഒരു സർക്കാർ സംവിധാനത്തോളം ബാധ്യതയും ഉത്തരവാദിത്വവും അവർക്ക് ഈ രാജ്യത്തോടുണ്ടെന്ന്. മറ്റൊന്ന്, കമ്പനിയെ കെട്ടിപ്പൊക്കാനും അതിനെ സ്ട്രാറ്റജിക്കായി വളർത്താനും കൂടെ നിന്ന ഒരാൾ സംരംഭത്തിൻ്റെ തലപ്പത്ത് നിന്നും പുറന്തള്ളപ്പെടുമ്പോൾ അയാൾ കമ്പനിയുടെ ആത്മാവും കൊണ്ടാണോ പുറത്തേക്ക് പോകുന്നതെന്ന് ഉറപ്പിക്കണം. ഏവിയേഷൻ രംഗത്ത് ലോക നിലവാരത്തിൽ നേതൃത്വ അനുഭവമുള്ള രാകേഷ് ഗാംഗ്വാൾ ആയിരുന്നു ഈ ബ്രാൻഡിനെ ഈ നിലയിലെത്തിച്ചവരിൽ പ്രധാനി. ഇൻഡിഗോ ഓപ്പറേഷൻ മോഡലും പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് മോഡലും സെറ്റ് ചെയ്തത് ഈ മനുഷ്യനാണ്. IIT കാൻപൂരിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേറ്റായ രാകേഷ് ഗാംഗ്വാൾ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ നിന്ന് MBA-യും എടുത്തു. തുടർന്ന് 30 വർഷത്തെ എയർലൈൻ കോർപ്പറേറ്റ് കോമ്പിറ്റൻസിൻ്റെ കൈമുതലുമായാണ് ഇൻഡിഗോയെ നയിച്ചതും വിജയിപ്പിച്ചതും. സഹ ഉടമസ്ഥനായ രാഹുൽ ഭാട്ടിയയുമായി വളരെ ഗൗരവമുള്ള വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസം കാരണമാണ് രാകേഷ് ഗാംഗ്വാൾ ഇൻഡിഗോയിൽ നിന്നും ഇറങ്ങുന്നത്. സെൻട്രലൈസ്ഡ് കൺട്രോൾ ഒരുക്കുന്ന കാര്യത്തിലും ഭാട്ടിയയ്ക്ക് ഉടമസ്ഥതയുള്ള കമ്പനിക്ക് ഇൻഡിഗോയുടെ പല കരാറുകളും നൽകുന്ന റിലേറ്റഡ് പാർട്ടി ഡീൽസിൻ്റെ കാര്യത്തിലും രാഹുൽ ഭാട്ടിയുടെ പല നിലപാടുകളിലും രാകേഷിന് എതിർപ്പുണ്ടായിരുന്നു. കമ്പനി വളരുന്നതിനനുസരിച്ച് ഗവേണൻസ് കാര്യങ്ങളിൽ സൂക്ഷ്മത വേണമെന്ന നിലപാടുകാരനായിരുന്നു രാകേഷ്. അതിന് ഇടങ്കോലിട്ട് രാഹുൽ കളിച്ചപ്പോൾ മാന്യനായ രാകേഷ് ഗാംഗ്വാൾ 33% സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്ത് അയാളുടെ പണി നോക്കിപ്പോയി. ഇന്ന് അമേരിക്കയിലെ മിയാമിയിലിരുന്ന് ഇൻഡിഗോ നടത്തിയ നാടകമെല്ലാം സ്വസ്ഥം കണ്ടുകൊണ്ടിരിക്കുന്നു. 84,000 കോടി വാർഷിക വരുമാനം. ഇന്ത്യയിൽ ഇത്ര വലിയ വരുമാനം എയർലൈൻ സർവീസിൽ നേടുന്ന ഒരേ ഒരു ബ്രാൻഡ്. ലാഭം മാത്രം 7,200 കോടി രൂപയോളം. 8.25 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ. 37,000-ഓളം ജീവനക്കാർ. ഇന്ത്യക്കകത്ത് 100ഓളം എയർപോർട്ടുകൾ, ഇന്റർനാഷണൽ റൂട്ടിൽ 40ഓളം എയർപോർട്ടുകൾ. ആകെ 140 ഡെസ്റ്റിനേഷനുകളെ ഇൻഡിഗോ കവർ ചെയ്യുന്നു. ഇതായിരുന്നു ഇൻഡിഗോയുടെ ലെഗസി. എന്നാൽ 10 ദിവസം കൊണ്ട് അവരുടെ സാമ്പത്തിക നഷ്ടം എത്രയാണെന്നോ? പാസഞ്ചർ റീഫണ്ട് ഇനത്തിൽ 1,400 കോടി, ഹോട്ടൽ അക്കോമഡേഷൻ ഒരുക്കിയതിൻ്റെ വൗച്ചർ കോമ്പൻസേഷൻ 500 കോടി, ലോജിസ്റ്റിക് വെൽഫെയർ കോസ്റ്റ് 200 കോടി, മാർക്കറ്റിലുണ്ടായ 37,000 കോടിയുടെ നഷ്ടം, സർക്കാർ ചുമത്തിയേക്കാവുന്ന പിഴ. ഇതിനെല്ലാം ഉപരി 20 വർഷം കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു ബ്രാൻഡ് ഇമേജിൻ്റെ അവിശ്വസനീയമായ തകർച്ച, വിശ്വാസ്യതയ്ക്കേറ്റ മുറിവ്, കസ്റ്റമർക്ക് നഷ്ടപ്പെട്ട കോൺഫിഡൻസ്. പുതിയ ലോകക്രമത്തിൽ പല മേഖലകളിലും മോണോപോളിയും ഡുവോപോളിയും സ്വാഭാവികമാണ്. എയർലൈൻ സർവീസുകളിൽ 65% കൈയാളുന്ന ഇൻഡിഗോ പോലെ, ഇന്റർനെറ്റിലും ഡാറ്റാ സർവീസിലും 60% നിയന്ത്രിക്കുന്ന റിലയൻസ് ജിയോ പോലെ, സെർച്ച് എഞ്ചിൻ, മെയിൽ, വീഡിയോ സ്ട്രീമിംഗ് തുടങ്ങിയവയിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ 90% നിയന്ത്രിക്കുന്ന ഗൂഗിളിനെ പോലെ സമൂഹമാകെ അങ്ങോട്ട് ബ്രാൻഡുകളെ ആശ്രയിക്കുന്ന സ്വഭാവം കൂടി വരികയുള്ളൂ. ഈ ഭീമന്മാരുടെ ചെറിയ പാളിച്ച പോലും നമ്മുടെ ജീവിതത്തെയും ബിസിനസ്സിനെയും മോഹങ്ങളെയും ലൈഫിനെയും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ജീവിതത്തെ ലളിതമാക്കാനും വേഗത്തിലാക്കാനും ഉദ്ദേശിച്ച് നാം ആശ്രയിക്കുന്ന പലതും ഒരു നിമിഷം ജീവിതത്തെ ആകെ നിശ്ചലമാക്കിയേക്കാം. പ്രതിവർഷം 1.25 ലക്ഷം കോടിയുടേതാണ് ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി. 16 കോടി യാത്രക്കാർ ഡൊമസ്റ്റിക്കിലും 5 കോടി യാത്രക്കാർ ഇന്റർനാഷണലിലുമായി ആകെ 21 കോടിയോളം പാസഞ്ചേഴ്സ് ഇന്ത്യക്കുണ്ട്. അയാട്ടെ പറയുന്നതിനനുസരിച്ച് ലോകത്തെ 5ാമത്തെ വലിയ എയർ ട്രാവൽ മാർക്കറ്റാണ് ഇന്ത്യ.
ഡൊമസ്റ്റിക്കിൽ ഇൻഡിഗോയാണ് ലീഡറെങ്കിൽ 6 കോടി യാത്രക്കാർ വരുന്ന ഇന്റർനാഷണൽ ട്രിപ്പുകളിൽ എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, സിംഗപ്പൂർ എയർവേസ്, ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങി വിദേശ എയർലൈനുകൾ 60% ബിസിനസ്സും കൊണ്ടുപോകുന്നു. ആകാശത്ത് അഭിമാനിക്കാവുന്ന ഒരു പ്രീമിയം കാരിയർ ഇന്ത്യ സൃഷ്ടിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. 42 കോടി യാത്രക്കാരാണ് അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ വിമാനമാർഗം യാത്ര ചെയ്യാൻ കാത്തിരിക്കുന്നത്. അച്ചടക്കവും കോർപ്പറേറ്റ് ഗവേണൻസുമുള്ള ഏവിയേഷൻ കമ്പനികൾക്ക് വലിയ അവസരമാണ് അത് തുറന്നിടുന്നത്. ഇൻഡിഗോയ്ക്ക് പറ്റുമെങ്കിൽ ഓർത്തോളൂ, ലക്ഷ്യമുണ്ടെങ്കിൽ ആർക്കും പറ്റും. ഭാവിയിലേക്ക് കുതിക്കുന്ന ഇന്ത്യക്ക് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ഷെഡ്യൂളുകളിൽ 4-5 ശക്തരായ എയർലൈൻ ബ്രാൻഡുകൾ അനിവാര്യമാണ്. തെറ്റിൽ നിന്ന് തിരുത്താനുള്ള സമയം ഇനി നമുക്കില്ല. ആപത്തിനെ അവസരമാക്കാൻ കഴിയുന്ന നമുക്ക് ഇൻഡിഗോ നൽകിയ ഷോക്കിൽ നിന്ന് പുതിയ വ്യോമയാന സ്റ്റോറികൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. രാഹുൽ ഭാട്ടിമാരുടെ തെറ്റുകളിൽ വലിയ വില കൊടുത്ത് നിശ്ചലമായിരിക്കാൻ ഇന്ത്യക്ക് സമയമില്ല. ഇനി ആദ്യം പറഞ്ഞ തക്യുദ്ദീൻ വാഹിദിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ 2025-ൽ 30 വർഷം പൂർത്തിയാക്കിയനെ. ബിസിനസ്സിലെ പകയോ ചതിയോ എന്തായാലും അത് ആ എയർലൈനെ ഇല്ലാതാക്കി. കിങ്ഫിഷർ, ജെറ്റ് എയർവേസ്, ഗോ ഫസ്റ്റ് തുടങ്ങി രാജ്യമാകെ ഓപ്പറേറ്റ് ചെയ്തിരുന്ന 4-5 എയർലൈൻ കമ്പനികൾ, കൂടാതെ എയർ പെഗാസസ്, എയർ കോസ്റ്റ, പാരമൗണ്ട് എയർവൈസ്, ഡക്കാൻ തുടങ്ങി നിശ്ചിത റൂട്ടുകളിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന താരതമ്യേന ചെറിയ എയർലൈനുകൾ, ഇവയെല്ലാം കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് ചിറകൊടിഞ്ഞ് കിനാബ് മാത്രമായി. ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് എയർലൈനിൽ ഒരു സെലക്ഷൻ അവസരവും വൈവിധ്യമാർന്ന ഡെസ്റ്റിനേഷൻ ചോയ്സും നൽകിയിരുന്ന കിങ്ഫിഷർ, ജെറ്റ്, ഗോ ഫസ്റ്റ് തുടങ്ങിയവയെ എന്തിൻ്റെ പേരിലായാലും സർക്കാർ മരിക്കാൻ അനുവദിച്ചത് എന്താണ്? 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം തുറന്നിട്ട ഈ എയർലൈനുകളെ അവരുടെ ടാക്സ് ഉൾപ്പെടെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റികൾ സർക്കാരിൻ്റെ ഷെയറായി കൺവേർട്ട് ചെയ്തോ? സർക്കാർ ആ എയർലൈനുകളുടെ പങ്കാളിയായോ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയും കോസ്റ്റിൻ്റെ 40% ഫ്യൂവൽ ചാർജാണ്. കാരണം ലോകത്ത് ഏവിയേഷൻ ഫ്യൂവലിന് ഏറ്റവും കൂടുതൽ കോസ്റ്റുള്ള ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഓപ്പറേഷണൽ കോസ്റ്റ് നേരിടാനാകാതെയാണ് പല എയർലൈനുകളും സൈഡായത്. അവിടെ സർക്കാർ ഇൻ്റർവീൻ ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ 65% മാർക്കറ്റ് ഷെയർ കയ്യിൽ വെച്ച് 5 ലക്ഷത്തോളം വരുന്ന യാത്രക്കാരെ 10 ദിവസത്തോളം തീറ്റിക്കാൻ രാഹുൽ ഭാട്ടിമാർക്ക് ധൈര്യം വരുമായിരുന്നു. അസാധ്യ സർവീസ് നൽകുന്നെങ്കിൽ കോർപ്പറേറ്റുകൾ മോണോപോളി എൻജോയ് ചെയ്തോട്ടെ. പക്ഷെ ഒരു ബ്ലാക്ക് ഔട്ട് വന്നാൽ, ഉടമകൾക്ക് രാഹുൽ സിൻഡ്രോം പിടിച്ചാൽ, ഉലഞ്ഞു പോകുന്ന ഇന്ത്യക്കാരുടെ ജീവിതത്തെ മണിക്കൂറുകൾക്കുള്ളിൽ സാധാരണ നിലയിലാക്കാൻ സർക്കാരിന് വേണ്ടേ ഒരു പ്ലാൻ ബി? അത് വിമാനമായാലും ഇലക്ട്രിസിറ്റി ആയാലും ഇൻ്റർനെറ്റ് ആയാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com.